പാടി വീട്ടുകാരെ എല്ലാം വശത്താക്കി. പക്ഷെ എനിക്ക് നിന്നെ സംശയമാണ്. എനിക്ക് ആ താമരപ്പൂ പറിച്ചതാ ചേച്ചി. അയ്യോ, അത് പുഴയുടെ നടുക്കല്ലേ. എനിക്ക് വേണം. ഇങ്ങനൊരു വാശിക്കാരി. ഞാനിതെന്ത് കാഴ്ചയാ കാണുന്നേ? അയ്യോ, വിനോദേ, വിനോദേ, വിനോദേ! അയ്യോ, ഞാൻ കണ്ടു മോനെ, കണ്ടു. പിന്നെ ഞാൻ കണ്ടു. എന്ത് കണ്ടു? അയ്യോ, ഇവിടെ നിന്നതും പ്രേതം, വന്നതും പ്രേതം. വല്യമ്മ എന്തായി പറയുന്നത്? അമ്മുവിനെ നോക്കാൻ വന്ന പെണ്ണില്ലേ, അവളെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ഇപ്പോ അത് ഉറപ്പായി, അവളും പ്രേതമാ. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എനിക്കും കുറെ ദിവസമായി ഞാൻ സഹിക്കുന്നു. ക്ഷമയ്ക്കൊരു അതിരുണ്ട്. അയ്യോ, നിന്നെ എങ്ങനെ ഞാനത് പറഞ്ഞു വിശ്വസിപ്പിക്കും? എടാ മോനെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവള് വെള്ളത്തിന്റെ മേളിൽ കൂടി നടന്ന് താമരപ്പൂ പറിച്ചു. നിലം തൊടാ നടക്കുന്ന യക്ഷികളല്ലേ, അവള് യക്ഷിയാ, യക്ഷി. എന്നെ ഇതെന്താ ആകെ നനഞ്ഞിരിക്കുന്നത്? താമരപ്പൂ വേണമെന്ന് മോള് വാശി പിടിച്ചു. കുറച്ച് വെള്ളയുള്ളൂ, ചേച്ചി ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങി. നല്ല ആഴമുണ്ടായിരുന്നു. തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവൾക്ക് കാലില്ല, യക്ഷിയാണ്, യക്ഷി. അത് പിന്നെ കാലല്ലാതെ കൈയാണോ? പെമ്പിള്ളാറ പാവാട പൊക്കി മേലാൽ ഈ വക പ്രാന്തം പറഞ്ഞോടെ നടന്ന ചങ്ങലെ പൂട്ടിയിടും ഞാൻ. അയ്യോ, ഞാൻ എങ്ങനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനാ? അനിയാ കൊച്ചിനാ. ഇന്ദുമതി ദേവി ആ കൊട്ടാരത്തിൽ കയറിപ്പറ്റാൻ കുറെ നാളായി അവള് പഠിച്ച പണി പയറ്റി. ഒടുവിൽ കയറിപ്പറ്റി അല്ലേ? ആള് നിസാരയല്ല, എല്ലാം നശിപ്പിച്ചാണ്. വലിയ പുരാടത്തെ കണ്ടിട്ട് നല്ല തമാശ തോന്നുന്നുണ്ടോ? തമ്പുരാൻ യുക്തിവാദി സമാജമൊക്കെ വിട്ടോ? വിട്ടേ. യുക്തിവാദി സമാജം പിരിച്ചുവിട്ട് ഞങ്ങൾ അയ്യപ്പ സേവാ സമാജം രൂപീകരിച്ചേ. കംപ്ലീറ്റ് യുക്തിവാദികൾ വൃച്ച് ഒന്നിന് മാലയിട്ട് മല ചവിട്ടാൻ തീരുമാനിച്ചേ. നല്ലത്. ഇപ്പോ നിങ്ങൾ വസിക്കുന്ന ഇടമല്ലല്ലോ യഥാർത്ഥ ലക്ഷ്മീപുരം കൊട്ടാരം. അല്ല, ശരിക്കുള്ള ലക്ഷ്മീപുരം കൊട്ടാരത്തില് ഇപ്പൊ ആരും താമസമില്ല. ഇടിഞ്ഞു പൊളിഞ്ഞ് കാട് പിടിച്ച് കിടക്കുകയാണ്. സർക്കാരുമായിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു. അറിയാം, മഹാദേവവർമ്മയുടെ കാലത്ത് അല്ലേ? ആ കൊട്ടാരത്തിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ മൂല കാരണം ഉത്ഭവിക്കുന്നത്. അതെ, ഇപ്പൊ പറഞ്ഞ കുട്ടിയുടെ അമ്മയുടെ മരണം ഒരു ദുർമരണമായിരുന്നില്ലേ? അതിനു മുൻപും ഒരു മരണം നടന്നല്ലോ, ഒരു പിഞ്ചു കുഞ്ഞിന്റെ. അത് അശ്വതിയുടെ മൂത്ത കുട്ടിയാ. പ്രസവിച്ച് 2 മാസം തികയുന്നതിന് മുമ്പേ മരിച്ചു. അതൊരു കൊലപാതകമായിരുന്നല്ലോ. ആ കുട്ടിയുടെ നക്ഷത്രം കാർത്തികയായിരുന്നു. ഇപ്പൊ ജനിച്ചിരിക്കുന്ന കുട്ടിയുടെ നക്ഷത്രവും കാർത്തികയല്ലേ? അല്ല, അമ്മൂട്ടിയുടെ നക്ഷത്രം രോഹിണിയാ. അല്ലല്ലോ, അതും കാർത്തിക നക്ഷത്രം തന്നെ. രോഹിണിയുടെ ഒരു നാഴിക വ്യത്യാസം. കാർത്തികയാണെന്നറിഞ്ഞിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ കൊല്ലാനും അയാൾ വന്നേനെ. മനസ്സിലായില്ല. എല്ലാം വഴിയെ മനസ്സിലായിക്കോളും. ഇത്രയും നാൾ നിരീശ്വരവാദം പറഞ്ഞു നടന്നുകൊണ്ട് ദൈവത്തിനും പിശാചിനും ഇപ്പൊ എന്നെയാ നോട്ടം. എന്തെങ്കിലും പ്രതിവിധി ചെയ്ത് ഞങ്ങളെ രക്ഷിക്കണം. ഓം ഹ്രീം അഘോരമുഖി സർവദുഷ്ടാനാം വാചം മുഖം പദം സ്തംഭയ ജിഹ്വാ ഈലയ ബുദ്ധിയും വിനാശയ. ആ പഴയ ലക്ഷ്മീപുരം കൊട്ടാരത്തില് പള്ളിയറകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കല്ലേ? അതെ. അതിൽ ഒരറയുടെ നിലത്ത് നക്ഷത്രാകൃതിയിലുള്ള ഒരു ചിഹ്നമുണ്ട്. ആ ഭാഗം 3 അടി താഴ്ചയിൽ കുഴിച്ച് ഇന്ന് തന്നെ ഈ തകിട് നിക്ഷേപിക്കാം. തൽക്കാല ശാന്തി ലഭിക്കും.
ഇവിടെങ്ങും നക്ഷത്ര ചിഹ്നം കാണുന്നില്ല. ഇനി വള്ളിയങ്കാട്ട് തിരുമേനി പറഞ്ഞത് ആകാശത്തിലെ നക്ഷത്രത്തിന്റെ കാര്യമാണോ? വായടക്കടാ മണ്ട. ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ശുഭാപ്തി വിശ്വാസം വേണവടാ. നക്ഷത്രം അത് പട്ടിക്കാഷ്ടമാടാ. ആണോ? എന്താ എന്താ മാറാല മാലാറ അങ്ങോട്ട് കുഴിക്കണം. പോയി